ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 36. എന്താ ഉണ്ടായത്? അവർക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? അമലിൻ്റെ ചോദ്യം കേട്ടിട്ടും ഉടനെയൊന്നും മറുപടി നൽകാതെ ജോസുകുട്ടി നിശബ്ദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കാർമേഘം മൂടി ആകാശം പോലെ ഇരുണ്ടു. പെയ്യാൻ വെമ്പി നിൽക്കുന്ന പ്രകൃതിയുടെ ഭാവമായിരുന്നു അദ്ദേഹത്തിന്. ഒടുവിൽ തടഞ്ഞു നിർത്താനാവാത്ത ഒരു ചാറ്റൽ മഴ പോലെ ആ ഓർമ്മകൾ വാക്കുകളായി പെയ്തിറങ്ങി. ജോസൂട്ടി, എനിക്കൊന്ന് കിടക്കണം. ശവസംസ്കാരത്തിന് ശേഷം മുഹമ്മദിനോട് യാത്ര പറഞ്ഞു നിൽക്കുമ്പോൾ തളർച്ചയോടെ വല്യച്ഛൻ പറഞ്ഞു. ജോസൂട്ടി അദ്ദേഹത്തെ താങ്ങി പിടിച്ച് അകത്തേക്ക് നടന്നു. അപ്പുറത്ത് ഫ്രാൻസിസിനെയും ഭാര്യയും ചേർത്ത് പിടിച്ച് കന്യാസ്ത്രീകൾ മഠത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ജോസൂട്ടി, അപ്പോൾ താൻ ഇവിടെ തന്നെയാണോ താമസം? ജോസഫ് പെട്ടെന്ന് ചോദിച്ചു. എപ്പോഴുമില്ല, പക്ഷേ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലോ വല്യച്ഛൻ തനിച്ചാണെങ്കിലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സാധാരണ ഇവിടെ ഒരു കൊച്ചച്ഛൻ കൂടി ഉണ്ടാകാറുണ്ട്. അന്ന് കിരണിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷമാണ് വാർഷിക ധ്യാനത്തിന് പോയിരുന്ന കൊച്ചച്ഛൻ മടങ്ങിയെത്തിയത്. ഒരാഴ്ചയായി വീട്ടിൽ പോകാതെ വല്യച്ഛന് കൂട്ടായി പള്ളിയിൽ തന്നെയായിരുന്നു ആ ആഴ്ചത്തെ എൻ്റെ താമസം. അതുകൊണ്ട് കൊച്ചച്ഛൻ വന്ന ആശ്വാസത്തിൽ 9:30 ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. പറഞ്ഞുകൊണ്ടിരുന്ന അയാൾ ഒരു നിമിഷം നിർത്തി. ദൂരെ ഫ്രാൻസിസിൻ്റെയും ഭാര്യയുടെയും നിശ്ചലമായ കുരുമാടങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ പഴയ രാത്രിയുടെ നിഴൽ വീണ്ടും തെളിയുന്നുണ്ടായിരുന്നു. യോസൂട്ടി, പിന്നെന്താ ഉണ്ടായത്? മീര, അവൾ എപ്പോഴെങ്കിലും കിരണിനെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നോ? അവൾ ഇതൊക്കെ അറിഞ്ഞോ? ഡാനിക്ക് കാത്തിരിക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു തീർന്നില്ല ഡാനി. ഈ കാര്യങ്ങൾ മറ്റൊരാളോട് പങ്കുവയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ എൻ്റെ വാക്കുകൾ ഇടറുന്നത്. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ജോസുകുട്ടി പറഞ്ഞു. ജോസുകുട്ടി, പിറ്റേന്ന് വെളുപ്പിന് കുർബാനയ്ക്കായി പള്ളി നട തുറക്കുമ്പോഴാണ് സെമിത്തേരിയുടെ ഭാഗത്തു നിന്നും ആരോ വിളിക്കുന്നത് പോലെ ജോസുകുട്ടിക്ക് തോന്നിയത്. പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു തോന്നലാണെന്ന് കരുതി അയാൾ ജോലി തുടർന്നു. എന്നാൽ രണ്ടാമതും ആ വിളി കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അയാൾ അവിടേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ചയിൽ ആ കാലുകൾ നിശ്ചലമായി. ഇന്നും പല രാത്രികളിലും എൻ്റെ ഉറക്കം കെടുത്തുന്ന ഭീകരമായ ഒരു ദൃശ്യമായിരുന്നു അത്. കിരണിൻ്റെ ശവകുടീരത്തിനു മുകളിൽ കൈകോർത്ത് പിടിച്ചു കിടക്കുന്ന 2 പേർ, ഫ്രാൻസിസും മേരിക്കുഞ്ഞും. മകനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് രാത്രി അവിടെ വന്ന് കിടന്നതാകാമെന്ന് ഞാൻ ആദ്യം കരുതി. അവരെ വിളിക്കാനായി അരികിലേക്ക് ചെന്നപ്പോഴാണ് ഫ്രാൻസിസിൻ്റെ മരവിച്ച കൈകളിൽ ആ വിഷക്കുപ്പി ഞാൻ കണ്ടത്. ജോസൂട്ടി, നീ അവിടെ എന്ത് ചെയ്യുക? കുർബാനയ്ക്ക് സമയമായി. പെട്ടെന്നാണ് കൊച്ചച്ഛൻ്റെ വിളി കേട്ടത്. ആ ഒരു വിളിയിൽ തന്നെ ഭയത്തിൻ്റെ മരവിൽപ്പിൽ നിന്നും അയാൾ ഉണർന്നു. അപ്പോഴേക്കും കുർബാനയ്ക്കായി വിശ്വാസികൾ എത്തിത്തുടങ്ങിയിരുന്നു. വിവരമറിഞ്ഞ കൊച്ചച്ഛൻ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. 3-ാം പക്കമാണ് ഓട്ടോപ്സി കഴിഞ്ഞ് ഞങ്ങൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകിട്ടിയത്. വല്യച്ഛൻ്റെ വലിയ നിർബന്ധത്തിന് വഴങ്ങിയാണ് സെമിത്തേരിയുടെ പുറത്ത് തെമ്മാടിക്കുഴിയിൽ അവരെ അടക്കാൻ നാട്ടുകാർ സമ്മതിച്ചത്. അങ്ങനെ ആ ജീവിതങ്ങൾ അവിടെ അവസാനിച്ചു. 3 മാസം തികയും മുൻപേ വല്യച്ഛനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അത്രയും പറഞ്ഞ് ജോസുകുട്ടി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മീര പിന്നെ വന്നില്ലേ? അമൽ ആകാംക്ഷയോട് ചോദിച്ചു. ഇല്ല മോനെ, ഒരിക്കൽ പോലും ആ പെൺകുട്ടി ആരെയും അന്വേഷിച്ച് പിന്നീട് ഇവിടേക്ക് വന്നിട്ടില്ല. അവളെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മരിച്ചുപോയ ആ ആത്മാക്കൾക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ എനിക്ക് തോന്നിയില്ല. ഈ വാർത്ത പത്രങ്ങളിലൊന്നും വന്നില്ലേ? അങ്ങനെ വന്നിരുന്നെങ്കിൽ മീര ഇതൊക്കെ അറിയേണ്ടതല്ലേ? ജോസഫ് മാഷ് സംശയം ഉന്നയിച്ചു. അക്കാലത്ത് ഇന്നത്തെ പോലെ വാർത്തകൾ വേഗത്തിൽ എത്തില്ല മാഷേ. ഈ നാട്ടിൽ അന്ന് ദീപികയും മനോരമയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളി സെമിത്തേരിയിൽ നടന്ന ആത്മഹത്യ ആയതുകൊണ്ട് വാർത്ത പുറത്തു പോകാതിരിക്കാൻ അച്ഛന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചു. മനോരമയുടെ ഏജന്റ് നമ്മുടെ പള്ളിയിലെ കൈക്കാരൻ തന്നെയായിരുന്നു. വല്യച്ഛൻ്റെ വാക്കിനെതിരായി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. കടബാധ്യത മൂലം കർഷകർ ആത്മഹത്യ ചെയ്തു എന്ന് വേണമെങ്കിൽ 2 കോളം വാർത്ത നൽകാമായിരുന്നു. പക്ഷെ ആർക്കു വേണ്ടി? ജോസുകുട്ടിയുടെ വാക്കുകളിൽ നിസ്സംഗത നിറഞ്ഞു. അപ്പോൾ മീര ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പല്ലേ? അമൽ ആലോചനയോട് ചോദിച്ചു. പക്ഷേ മുഹമ്മദ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കിരണിനെ അന്വേഷിച്ച് പോകാതിരിക്കാൻ മാത്രം ശക്തമായ എന്തോ ഒന്ന് മീര അറിഞ്ഞിട്ടുണ്ട്. അതെന്തായിരിക്കും? പക്ഷേ ജോസുകുട്ടി ചേട്ടാ, ആ മുഹമ്മദ്, അയാളെ കണ്ടെത്താൻ എന്താ വഴി? അയാളെ അന്വേഷിച്ച് നമുക്ക് എവിടെയാ പോകാനാകുക? അമൽ ചോദിക്കുമ്പോൾ ജോസുകുട്ടി ശാന്തമായി ഒന്ന് ചിരിച്ചു. മുഹമ്മദിനെ അന്വേഷിച്ച് ഇനി എങ്ങോട്ടും പോകണ്ട. അവൻ്റെ വിലാസവും ഫോൺ നമ്പരും എൻ്റെ കൈവശമുണ്ട്. ജോസുകുട്ടിയുടെ വാക്കുകൾ കേട്ട് അമൽ അമ്പരന്നു പോയി.
അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ടോ? അതെങ്ങനെ? കിരണിന്റെ മരണശേഷം അന്ന് മടങ്ങിയ മുഹമ്മദ് 2 വർഷം കഴിഞ്ഞാണ് തിരികെ ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് ഇവിടെ നടന്ന ദാരുണമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം അറിയുന്നത്. അന്നു മുതൽ ഇന്നു വരെ എല്ലാ വർഷവും കിരണിന്റെ ഓർമ്മ ദിവസം ഈ പള്ളിയിലെ കുർബാനയിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ആ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗിച്ചവൻ അതാണ് മുഹമ്മദ്. ജോസുകുട്ടി അത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ് മോനെ. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. മരണം വരെ അതങ്ങനെ നീറി നിൽക്കും. ഈ മുഹമ്മദിനെ പോലെ പ്രവൃത്തികളിലൂടെ മതത്തിൻ്റെ പുണ്യം ഉയർത്തി കാണിക്കുന്ന പ്രവാചകന്റെ യഥാർത്ഥ പിൻഗാമി. എനിക്ക് അവനെ ഒന്ന് കാണണം. ഈ യാത്രയിൽ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. എല്ലാം കേട്ടു നിന്നിരുന്ന ജോസഫ് ആവേശത്തോടെയും ഹൃദയ നിറവോടെയും പറഞ്ഞു. മുഹമ്മദിന്റെ വിലാസം വാങ്ങി വാഹനം നീങ്ങാൻ തുടങ്ങവേ ഡാനി പെട്ടെന്ന് പറഞ്ഞു, 1 മിനിറ്റ് അമൽ, ഞാൻ കിരണിനെ ഒന്ന് കണ്ടിട്ട് വരാം. അത് പറഞ്ഞുകൊണ്ട് അവൻ സെമിത്തേരിയിലേക്ക് ഓടി. ഡാനിയുടെ പിന്നാലെ പോകാൻ തുടങ്ങിയ അമലിനെ തടഞ്ഞുകൊണ്ട് ജോസഫ് പറഞ്ഞു, അവൻ പോകട്ടെ. അവന് പറയാനുള്ളത് അവൻ മാത്രം പറഞ്ഞു തീർക്കട്ടെ. പ്രായത്തിന്റെ ആ പക്വത അമലിനെ ശാന്തനാക്കി. കിച്ചുവിന്റെ കുഴിമാടത്തിലേക്ക് നടക്കുമ്പോൾ ഡാനിയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വല്ലാത്ത വേദനയോടെ അതിനു മുൻപിൽ മുട്ടുകുത്ത് നിന്ന് ഡാനി വിതുമ്പി, കിച്ചു, ഞാൻ നിന്നെ കാണാനല്ല ഈ നാട്ടിലേക്ക് വന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ എൻ്റെ മനസ്സിൽ മീര മാത്രമായിരുന്നു. നിന്റെ പ്രാണനായിരുന്ന അവളെ സ്വന്തമാക്കാനുള്ള വ്യഗ്രത. നീ മീരയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കരുതേ എന്ന് പോലും ഈ യാത്രയിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. മനുഷ്യൻ സ്വാർത്ഥനാണ് കിച്ചു. മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും ഇഷ്ടമുള്ളത് നേടിയെടുക്കാനുള്ള അത്യാർത്ഥി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് കാണുന്നതായിരുന്നു എനിക്ക് കൂടുതൽ സന്തോഷം നൽകുകയെന്ന്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ? കണ്ണീരോടെ ഡാനി അത് പറഞ്ഞു നിർത്തിയപ്പോൾ അരികിലെ വാഗമരത്തിൻ്റെ കൊമ്പുകൾ ഒന്നിളകി. ചോര ചുവപ്പുള്ള കുറച്ചധികം വാഗപ്പൂക്കൾ ഡാനിയുടെ തലയിലേക്ക് പൊഴിഞ്ഞു വീണു. അതൊരാത്മാവിൻ്റെ പുഞ്ചിരിയാകാം, അല്ലെങ്കിൽ മാപ്പ് കൊടുത്തതിൻ്റെ അടയാളം. നമുക്ക് അവർ താമസിച്ചിരുന്ന ആ വീട് കൂടി ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ? അവിടെ അവർക്ക് പ്രിയപ്പെട്ട ഒരു ചെമ്പകമരമുണ്ട്, പിന്നെ ഒരു മാവും. എനിക്ക് അതൊക്കെ ഒന്ന് കാണണം. ഇനിയൊരിക്കലും എനിക്ക് ഇങ്ങോട്ടൊരു വരവുണ്ടാകില്ലല്ലോ. ജീപ്പിലേക്ക് കയറുമ്പോൾ ഡാനി അത് ചോദിച്ചപ്പോൾ അമൽ ഉത്തരമൊന്നും പറഞ്ഞില്ല. അതിനു മുൻപേ അവനും ആ കാര്യം തീരുമാനമെടുത്തിരുന്നു. ജോസഫ് കാണിച്ചു കൊടുത്ത കുണ്ടും കുഴിയും നിറഞ്ഞ ആ ഇടവഴിയിലൂടെ അവൻ പതുക്കെ വാഹനം മുന്നോട്ടെടുത്തു. ഏകദേശം 10 മിനിറ്റിന് ശേഷം അടർന്നത് കരിയിലകൾ മൂടിക്കിടന്ന ഒരു വീടിന്റെ മുറ്റത്തായിരുന്നു. കാലപ്പഴക്കത്താൽ ചുവരുകൾ അടർന്നു വീണ, ആരും തിരിഞ്ഞുപോലും നോക്കാത്ത ആ വീടൊരു നെടുവീർപ്പായി അവിടെയുണ്ടായിരുന്നു. ഡാനിയുടെ കാല് ആ പറമ്പിലേക്ക് പതിച്ചപ്പോൾ തന്നെ പ്രകൃതിയിൽ എന്തെന്നില്ലാത്ത മാറ്റം പ്രകടമായി. അന്തരീക്ഷം പെട്ടെന്ന് ഇരുണ്ടുമൂടി. ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത അവിടെയാകെ പരന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് കിരണിൻ്റെ വീട്, ഇത് മീരയുടേതും. ഓർമ്മകളിൽ പരതിക്കൊണ്ട് ജോസഫ് ചൂണ്ടിക്കാണിച്ചു. ചുറ്റുമുള്ള ശൂന്യതയിൽ എവിടെയോ ഇരുന്ന് ഒരുപാട് ആത്മാക്കൾ തങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടെന്ന് ഡാനിക്ക് തോന്നി. എവിടെയായിരിക്കും മീര പറഞ്ഞ ആ ചെമ്പകമരം? ഡാനി സ്വയം ചോദിച്ചു. പെട്ടെന്ന് അദൃശ്യമായ എന്തോ ഒന്ന് തന്നെ തട്ടി മുന്നിലേക്ക് കടന്നുപോയതായി അവൻ അനുഭവപ്പെട്ടു. തനിക്ക് വഴികാട്ടാൻ എന്നോണം ഒരു നിഴൽ രൂപം മുന്നേ നടക്കുന്നു. ഡാനി ആ നിഴലിനെ പിന്തുടർന്നു. പിന്നാലെ ബാക്കിയുള്ളവരും. ദാ അതാണെന്ന് തോന്നുന്നു, അമൽ മുന്നിലേക്ക് കൈ ചൂണ്ടി ആവേശത്തോടെ പറഞ്ഞു. കൺമുമ്പിലെ ആ കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്നു പോയി. ഒരു പാറയ്ക്ക് കുടപിടിച്ചു നിൽക്കുന്ന വലിയൊരു ചെമ്പകമരം. അതിൻ്റെ പൂക്കൾ ആ പാറപ്പുറത്ത് വെള്ളമെത്ത പോലെ വിരിച്ചിരിക്കുന്നു. ഡാനി തൻ്റെ മൊബൈൽ ക്യാമറയിൽ ആ ചിത്രം പകർത്തി. ആ ചെമ്പകത്തോട് ചേർന്ന് പ്രണയിതാക്കളെ പോലെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന ഇരട്ട മാവുകൾ. ഡാനി ആ മാവിൻ്റെ അടുത്തേക്ക് ചെന്ന് മന്ത്രിച്ചു. കിച്ചു, നീ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നീ സ്നേഹിച്ച അത്രയും ആഴത്തിൽ മീരയെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ നെഞ്ചിൽ ശ്വാസം ബാക്കിയുള്ളിടത്തോളം ഞാൻ അവളെ കാത്തുകൊള്ളാം. ഈ ജന്മത്തിൽ നിനക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോയ നിന്റെ മീരയെ എനിക്ക് തരാമോ? കടമായി തന്നാൽ മതി. അടുത്ത ജന്മം നിനക്ക് ഞാൻ തിരികെ നൽകാം. ഡാനി തൻ്റെ ഉള്ളിലെ ആഗ്രഹം കിരണിൻ്റെ ആത്മാവിനോട് പങ്കുവച്ചു. പെട്ടെന്ന് കാറ്റ് വീശിയടിച്ചു. ആ മാവിൻ ചില്ലകൾ ഇളകിയാടി. അതോടൊപ്പം മഴത്തുള്ളികൾ പോലെ 1000 ചെമ്പകപ്പൂക്കൾ ഡാനിയുടെ തലയിലേക്ക് പൊഴിഞ്ഞു വീണു. ആ സുഖമുള്ള അനുഭൂതിയിൽ ഡാനി ലയിച്ചു നിൽക്കുമ്പോൾ
അമൽ ആ മനോഹരമായ കാഴ്ച തൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. അമൽ, ഡാനി അന്വേഷിച്ചു വന്നത് കിരണിനെയല്ല, മീരയെയാണ്. കിരണിൻ്റെ ആത്മാവ് പ്രകൃതിയിലൂടെ അവനോട് സംസാരിക്കുകയാണ്. ഇവരുടെ കഥ വ്യത്യസ്തമാണ്. ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ അമലിന് തോന്നി. തിരിച്ചുള്ള യാത്രയിൽ ഡാനി സാവധാനം പറഞ്ഞു, അമൽ, നമുക്ക് സമയം കുറവാണ്. നാളെ രാവിലെ തന്നെ നമുക്ക് മുഹമ്മദിനെ കാണണം. കിരൺ മീരയോട് അവസാനമായി പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയണം. ഡാനി, നീ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സത്യം പറയണം. അമലിൻ്റെ ഗൗരവത്തിലുള്ള ചോദ്യം കേട്ട് ഡാനി ഞെട്ടലോടെ അവനെ നോക്കി. ഡാനി, നിനക്ക് കിരണിനെ അറിയില്ല. നീ തേടി വന്നതും അവനെയല്ല, നീ തേടി വന്നത് മീരയെയാണ്. സത്യത്തിൽ അവൾ നിന്റെ ആരാണ്? ആ യാത്രയിൽ എന്തെങ്കിലും അമൽ ഈ ചോദ്യം ചോദിക്കുമെന്ന് ഡാനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അമലിൻ്റെ ചോദ്യം അവനിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല. നിനക്ക് അമലിനെ വിശ്വസിക്കാൻ ഡാനി. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിന്നെ സഹായിക്കാൻ അവൻ കാണിക്കുന്ന ഈ വലിയ മനസ്സില്ലേ, അതുമാത്രം മതി അവനെ വിശ്വസിക്കാൻ. തൻ്റെ മനസാക്ഷിയുടെ ആ സ്വരം കേട്ടപ്പോൾ ഡാനി എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു. അമൽ, എൻ്റെ ഈ യാത്ര സഫലമാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും 100% ആത്മാർത്ഥതയോടെ ഞാൻ അതിനായി ശ്രമിക്കും. പക്ഷേ എല്ലാം അറിയും മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. മീര എന്ന പേര് നിങ്ങളൊരിക്കലും ആരോടും പറയില്ലെന്ന്. ഡാനി അവർക്ക് നേരെ തൻ്റെ കൈ നീട്ടി. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോനെ. എങ്കിലും നിന്റെ സമാധാനത്തിന് വേണ്ടി. ആ ഉറപ്പോടെ ജോസഫ് മാഷ് ആ കൈകളോട് തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. ഒപ്പം അമലും. ആ നിമിഷം മുതൽ ആ വലിയ രഹസ്യത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു അവർ. ആ യാത്രയിൽ തൻ്റെ വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും മീരയുമായുള്ള തൻ്റെ ബന്ധവും അവൻ അവരോട് ചുരുക്കി പറഞ്ഞു. ഡാനിയുടെ കഥകൾ കേട്ട് അവർ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. എൻ്റെ ഈശോയെ, നമുക്ക് ചുറ്റും ഇത്രയും സങ്കീർണമായ മനസ്സുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടോ? മനുഷ്യ മനസ്സ് എത്ര നിഗൂഢമാണ് അല്ലേ ഡാഡി? എല്ലാം കേട്ടുകഴിഞ്ഞ് അമൽ അമ്പരപ്പോട് ചോദിച്ചു. മോനെ, അതുകൊണ്ടാണ് മുൻപ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സിമിത്തേരിയിൽ അന്തി ഉറങ്ങുന്നവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണമെന്ന്. എത്രയെത്ര രഹസ്യങ്ങൾ ചുമന്നുകൊണ്ടായിരിക്കും ഓരോരുത്തരും മരണത്തിലേക്ക് നടന്നു പോയിട്ടുണ്ടാകുക. അമലിൻ്റെ വാക്കുകളെ ശരിവെച്ചുകൊണ്ട് ജോസഫ് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ഡാനിയുടെ തോളിൽ കൈവച്ചു. ഡാനി, ഇനിയങ്ങോട്ട് ഈ പ്രയാണം നിൻ്റേത് മാത്രമല്ല, ഞങ്ങളുടേത് കൂടിയാണ്. നമ്മൾ ഒരുമിച്ച് അവളെ തിരയും, അവളെ കണ്ടെത്തുകയും ചെയ്യും. നിന്റെ ജീവിതത്തോട് അവളെ നമ്മൾ ചേർത്ത് പിടിക്കും. അത് പറയുമ്പോൾ ആ വാക്കുകളിൽ എന്തെന്നില്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ തിരികെ വീട്ടിലെത്തിയിരുന്നു. ഷാൾ തലവഴി മൂടി പുറത്തേക്ക് വന്ന മെറി ആകാംക്ഷയോട് ചോദിച്ചു. ഡാനി, നീ മീരെ കണ്ടോ? അവളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല മെറി, നാളെ ഒരു യാത്ര കൂടിയുണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സൂചന ലഭിച്ചേക്കാം. അമ്മ എവിടെ? അവൾ ഉറങ്ങിയോ? ഡാനിയുടെ ചോദ്യത്തിന് മറുപടിയായി മെറി ഒന്ന് തലകുലുക്കി മുറിയിലേക്ക് മടങ്ങി. അവളുടെ ഉള്ളിലെ വിഷാദം ആ നോട്ടത്തിൽ പ്രകടമായിരുന്നു. ആ രാത്രിയിൽ ബെഡിലേക്ക് മടങ്ങിയ അമൽ തികച്ചും അസ്വസ്ഥനായിരുന്നു. ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു അവൻ. അവൻ്റെ മനസ്സ് നിറയെ മീരയായിരുന്നു. പാവം മീര, അവളിപ്പോൾ എവിടെയായിരിക്കും? അവളെ കണ്ടെത്താൻ എന്തെങ്കിലും ഒരു വഴി. പെട്ടെന്ന് എന്തോ ഓർത്തെന്നതുപോലെ അമൽ എഴുന്നേറ്റിരുന്നു. അവൻ തൻ്റെ ഫോൺ എടുത്ത് ഫേസ്ബുക്കിൽ മീര എന്ന് തിരയാൻ തുടങ്ങി. ഏറെ നേരം ആ ശ്രമം തുടർന്നെങ്കിലും ഒന്നും സഫലമാകാതെ അവൻ നിരാശയോടെ തൻ്റെ ബെഡിലേക്ക് ചുരിഞ്ഞു. ഇച്ചായ, എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്? പെട്ടെന്ന് അവിടേക്ക് വന്ന ഡയാന മെല്ലെ ചോദിച്ചു. എടി, ഡാനി തേടി വന്നത് മീര എന്ന പെൺകുട്ടിയാണ്. ഒരു അടാറ് പ്രണയകഥയാണത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഒന്നുകൂടി പ്രേമിക്കാനുള്ള ആവേശം തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? അമൽ തമാശയോടെ ചിരിച്ചു. എന്താടാ, എൻ്റെ പ്രണയം കുറഞ്ഞു പോയെന്നാണോ നീ കരുതുന്നത്? നമ്മൾ എപ്പോഴും പ്രണയിക്കുകയല്ലേ? അമലിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അവൾ പ്രണയത്തോട് ചോദിച്ചു. എന്നിട്ട് എന്തായി? ഡാനിയുടെ കാര്യം വല്ലതും നടക്കുമോ? ഡയാന ആകാംക്ഷയോട് ചോദിച്ചു. നമ്മൾ കരുതുന്നത് പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. നിന്റെ നാട്ടിൽ ചെന്നപ്പോൾ കേട്ടത് അതിലും ഭീകരമായ ഒരു കഥയാണ്. അതൊക്കെ ഞാൻ നിനക്ക് വിശദമായി പിന്നീട് പറഞ്ഞു തരാം. മീരയുടെ അഡ്രസ് തേടിയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. പക്ഷേ ആ നാട്ടിൽ ആർക്കും അവളെക്കുറിച്ച് അറിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു രൂപവുമില്ല. അമലിൻ്റെ സ്വരത്തിൽ നിരാശ പടർന്നു. വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പാസ്പോർട്ടിൽ വിവരങ്ങൾ ഉണ്ടാകില്ലേ? ഡയാന ആലോചനയോട് ചോദിച്ചു. അതൊക്കെ വെച്ചാണ് അവർ ഇവിടം വരെ എത്തിയത്. പക്ഷേ അതിനി പോരാ.
ഡാനി പറഞ്ഞത് വെച്ച് നോക്കിയാൽ അവർക്കിപ്പോൾ 50 വയസ്സോടടുത്ത് പ്രായമുണ്ടാകും. അവർ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അമൽ വല്ലാത്ത ഗൗരവത്തോടെ പറഞ്ഞു. ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ, ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് നാളെ ഒന്നുകൂടി ശ്രമിക്കാം. എന്നാലാകുന്ന വിധ സഹായം ഞാനും ചെയ്യാം. പ്രാർത്ഥനയ്ക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലല്ലോ. ഡയാന അമലിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്നെൻ്റെ കൊച്ചു നല്ല മൂഡിലാണല്ലോ. ഡയാനയുടെ കാതോരം അമൽ മെല്ലെ ചോദിച്ചു. ഇച്ചായ, ആ പിള്ളേരെ കണ്ടപ്പോൾ എനിക്കും. എന്താ എൻ്റെ പൊന്നുമോള് പറയുന്നത്? തെളിച്ച് പറയടി പെണ്ണേ. അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എനിക്കും എത്രയും പെട്ടെന്നൊരു കുഞ്ഞിനെ വേണം. അമലിൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് കളം വരച്ച് നാണത്തോടെ അവളത് പറയുമ്പോൾ അമൽ വിസ്മയത്തോടെ അവളെ നോക്കി. ആഹാ, അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായോ? 3 വർഷം അടിച്ചു പൊളിച്ച് നടന്നിട്ട് മതി പിള്ളേരൊക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശ്രീമതിക്ക് ഇപ്പോൾ ഇതെന്തു പറ്റി? അമൽ അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് കുസൃതിയോട് ചോദിച്ചു. ശരിയായി ചായ, പക്ഷേ ആ പിള്ളേരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ മനസ്സ് മാറി. ഇനിയിപ്പോൾ നമുക്ക് വൈകിക്കേണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൾ അമലിനെ ആവേശത്തോടെ പുണർന്നു. പിറ്റേന്ന് പുലർച്ചെ മറ്റാരെയും കൂട്ടാതെ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഡാനിയെ കണ്ടപ്പോൾ അമേലിയയും മെറിയും കുറുമ്പോടെ മുന്നിലെത്തി. നിങ്ങളിത് എങ്ങോട്ടായി പോകുന്നത്? ഈ വീട് കാണിക്കാനാണോ ഞങ്ങളെ ഇവിടം വരെ കൂട്ടിക്കൊണ്ടുവന്നത്? അമേലിയ ദേഷ്യത്തോട് ചോദിച്ചു. എൻ്റെ മെറി, നീ അമ്മുവിനെ കാര്യമൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞങ്ങൾ ആദ്യം പോയി മീരയെ കണ്ടെത്തട്ടെ. നമ്മുടെ നാട് പോലെയല്ല ഇവിടം. യാത്രയൊക്കെ വല്ലാത്ത ദുഷ്കരമാണ്. ഞങ്ങൾക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മീരയിലേക്ക് എത്താൻ അത് മാത്രം മതിയോ എന്ന് ഉറപ്പില്ല. ഇത്രയും സുരക്ഷിതമായ ഒരു വീടുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഡാനി അമേലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മെറിയോടായി പറഞ്ഞു. ഡാനി, പതുക്കെ പറ, അമൽ കേൾക്കും. അമേലിയ രഹസ്യമായി ഓർമ്മിപ്പിച്ചു. ഓ, ഇനി അമൽ കേട്ടാലും കുഴപ്പമില്ല. ഡാഡി പെട്ടുപോയടാ മോളെ. അവർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഡാനി പുഞ്ചിരിയോടെ പറഞ്ഞു. ഓഹോ, അപ്പോൾ ഡാഡിയും മോളും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? നിന്നെ ഇനി എങ്ങോട്ടും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പണിയൊക്കെ ചെയ്ത് മിടുക്കിയായിരുന്നോളണം. അമൽ കുസൃതിയോടെ അമേലിയുടെ ചെവിയിൽ പിടിച്ചു. പറ്റില്ല, ഞങ്ങളും വരും. അവർ വാശി പിടിച്ചു. മക്കളെ, ആദ്യം മീര എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. അതുവരെ നല്ല കുട്ടികളായി ഡയാനോടൊപ്പം ഇവിടെ ഇരിക്കണം. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. വാശി പിടിച്ച കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോസഫ് അവരെ ശാന്തരാക്കി. അങ്കിളും പോകുന്നുണ്ട് ഇവരുടെ കൂടെ? അമേലിയ പെട്ടെന്ന് ചോദിച്ചു. ഈ 2 എണ്ണത്തിന് തനിച്ചു വിട്ടാൽ ശരിയാവില്ല മക്കളെ. അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു ചാച്ചൻ കൂടെയുള്ളത് നല്ലതാ. തമാശ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് നേരെ കൈവീശി. ഏകദേശം 3 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ജോസുകുട്ടി നൽകിയ വിലാസത്തിന് മുൻപിലെത്തി. കോളിംഗ് ബെല്ലടിച്ച് പ്രധാന വാതിൽക്കൽ അവർ കാത്തുനിന്നു. മുഹമ്മദിനെ പ്രതീക്ഷിച്ച് നിന്ന് അവർക്ക് മുന്നിലേക്ക് വാതിൽ തുറന്നു വന്നത് ഒരു സ്ത്രീയായിരുന്നു. അമൽ മെല്ലെ ചോദിച്ചു. മുഹമ്മദ്, ഇക്ക അകത്തുണ്ട്, നിങ്ങൾ കയറിയിരിക്കിൻ. ഇക്കയുടെ കൂട്ടുകാരാണോ? അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ ചോദിച്ചു. പിന്നെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ അകത്തേക്ക് നടന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നെറ്റിയിൽ നിസ്കാര തഴമുള്ള ഒരു മനുഷ്യൻ മുമ്പത്തേക്ക് വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മുഹമ്മദ് ആണെന്ന് അവർക്ക് മനസ്സിലായി. നീണ്ട പ്രവാസ ജീവിതം അദ്ദേഹത്തെ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും ആ കണ്ണുകളിൽ നിഗൂഢമായ ഒരു പ്രകാശമുണ്ടായിരുന്നു. കാരുണ്യം തുളുമ്പുന്ന ഒരു മനോഹരമായ പുഞ്ചിരിയും. ആരാ? എവിടുന്നാ? എന്താ വിശേഷിച്ച്? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നും വരികയാണ്. മുഹമ്മദിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നിങ്ങൾ തന്നെയല്ലേ ഈ മുഹമ്മദ്? ജോസഫ് തിരക്കി. അതെ, ഞാൻ തന്നെയാണ് മുഹമ്മദ്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയാം. അവർക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് അദ്ദേഹം ശാന്തനായി പറഞ്ഞു. മുഹമ്മദ്, ഇത് ഡാനി. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. അതുകൊണ്ട് സംസാരം ഇംഗ്ലീഷിലായാൽ കുഴപ്പമുണ്ടോ? ജോസഫ് സംഭാഷണത്തിന് തുടക്കമിട്ടു. സർ, ഞാനൊരു പ്രവാസിയായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് എനിക്കത്ര വശമില്ല. സംസാരം മലയാളത്തിലായാൽ നന്നായിരുന്നു. മുഹമ്മദ് എളിമയോടെ തന്നെ മറുപടി നൽകി. അത് കുഴപ്പമില്ല ഡാഡി. നമുക്ക് ഡാനിയോട് കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അപ്പോൾ തർജ്ജമ ചെയ്തോളാം. അമൽ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. തുടർന്ന് ജോസഫ് എല്ലാവരെയും മുഹമ്മദിന് പരിചയപ്പെടുത്തി. ശേഷം സാവധാനം കാര്യത്തിലേക്ക് കടന്നു. മുഹമ്മദ്,
ഞങ്ങൾ വന്നത് കിരണിനെ കുറിച്ച് അറിയാനാണ്. ആ വാക്കുകൾ കേട്ടത് മുഹമ്മദിന്റെ മുഖത്ത് പെട്ടെന്ന് സങ്കടം നിറഞ്ഞു. ഏറെ നേരത്തിന് ശേഷം അദ്ദേഹം സാവധാനം തുടർന്നു. നിങ്ങളോട് പറ്റില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അവനെ പറ്റിയുള്ള രഹസ്യങ്ങൾ ആരോടും പറയില്ലെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തതാണ്. മരണം വരെ ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.